എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ കേരളത്തിലെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള കീം പരീക്ഷാഫലം ഹൈക്കോടതി വിധി പ്രകാരം പുതുക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദ്യ റാങ്കുകളടക്കം വലിയ മാറ്റമാണ് പുതിയ പട്ടികയിൽ ഉണ്ടായിരിക്കുന്നത്. കേരള സിലബസുകാരുടെ നഷ്ടം നികത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തമിഴ്നാട് മാതൃകയിലുള്ള പരീക്ഷണത്തിന് ഇത്തവണ സർക്കാർ മുതിർന്നത്. അതാണ് ഹൈക്കോടതി ഇടപെട്ട് റദ്ദാക്കിയത്. ആദ്യം സിംഗിൾ ബെഞ്ചും രണ്ടാമത് ഡിവിഷൻ ബെഞ്ചും സർക്കാർ തീരുമാനത്തിനെതിരെയുള്ള വിധിയാണ് പുറപ്പെടുവിച്ചത്. കേരളം സ്വീകരിച്ച തമിഴ്നാട് മോഡൽ പുതിയ സമീകരണ ഫോർമുലയിൽ +2 പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് വിഷയങ്ങളിൽ ഓരോ ബോർഡിലെയും ഏറ്റവും ഉയർന്ന മാർക്ക് ശേഖരിക്കും. കേരള സിലബസിലെ ഏറ്റവും ഉയർന്ന മാർക്ക് 100ഉം മറ്റു ബോർഡിലേത് 95 മാർക്കുമാണെങ്കിൽ രണ്ടും 100 മാർക്കായി കണക്കാക്കും. ഇങ്ങനെ 3 വിഷയങ്ങളിലെ മാർക്ക് 100ലേക്ക് മാറ്റി 300 മാർക്കിൽ ക്രമീകരിക്കും. വിദ്യാർത്ഥിക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ 70 മാർക്കാണ് കിട്ടിയതെങ്കിൽ അത് 100ലേക്ക് മാറ്റും. അതായത് 95ൽ 70 × 100 എന്ന ഫോർമുലയിൽ കണക്കാക്കി മാർക്ക് 73.68 ആയി മാറും. പിന്നീട് ഓരോ വിഷയത്തിനുമുള്ള മാർക്ക് 5:3:2 എന്ന അനുപാതത്തിൽ റാങ്കിനായി പരിഗണിക്കും. അതായത് 3 വിഷയങ്ങൾക്ക് മൊത്തമുള്ള മാർക്കിൽ കണക്കിന് 150, ഫിസിക്സിന് 90 മാർക്ക്, കെമിസ്ട്രിക്ക് 60 മാർക്ക് എന്നിങ്ങനെ വെയിറ്റേജ് നിശ്ചയിച്ചാവും റാങ്കിനെ പരിഗണിക്കുക. ഇത് പ്രവേശന പരീക്ഷാ മാർക്കിനൊപ്പം ചേർക്കും. എന്നാൽ മാറ്റം വരുത്തിയ സമയക്രമം ചോദ്യം ചെയ്താണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റാങ്ക് പട്ടിക റദ്ദാക്കിയതും വ്യാഴാഴ്ച ഡിവിഷൻ ബെഞ്ച് അത് ശരിവച്ചത്. കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിലെ അനിശ്ചിതത്വത്തിൽ സർക്കാരിന്റെ കാലതാമസമാണ് കോടതി വിധിയിൽ കണ്ടത്. കഴിഞ്ഞ വർഷം പരാതി വ്യാപകമായപ്പോൾ തന്നെ മാർക്ക് സമീകരണം പുനഃപരിശോധിക്കാനുള്ള പഠനം വേണമെന്ന് പ്രവേശന പരീക്ഷാ കമ്മീഷണർ സർക്കാരിന് കത്തയച്ചിരുന്നു. എന്നാൽ സർക്കാർ തുടർ നടപടി വൈകിപ്പിക്കുകയായിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ കോടതിയിൽ സർക്കാരിനെ തിരിച്ചടിച്ചത്. ജൂലൈ 1 റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് 1 മണിക്കൂർ മുൻപാണ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത്. ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പട്ടിക ഹൈക്കോടതി റദ്ദാക്കിയത്. സർക്കാർ സമർപ്പിച്ച ഹർജി ഡിവിഷൻ ബെഞ്ചും തള്ളിയതോടെ അപ്പീലുമായി മേൽക്കോടതിയിലേക്ക് ഇല്ല എന്ന് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് പഴയ ഫോർമുല പ്രകാരം റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുകയും ചെയ്തു. ഒടുവിൽ ഫലത്തിൽ സർക്കാർ അവകാശപ്പെട്ട കേരള സിലബസുകാരുടെ നഷ്ടം നികത്താനാവാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രോസ്പെക്ടസ് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ തന്നെ പുതിയ സമീകരണ രീതി അതിൽ വ്യക്തമാക്കിയിരുന്നെങ്കിൽ അനിശ്ചിതത്വം ഒഴിവാക്കാമായിരുന്നു. മേൽക്കോടതിയിൽ പോയാലും ഹൈക്കോടതി ഉത്തരവിന് മാറ്റം വരില്ലെന്ന് മുന്നിൽ കണ്ടാണ് സർക്കാർ പഴയ ഫോർമുല പിന്തുടർന്ന് റാങ്ക് ലിസ്റ്റ് ഇന്നലെ രാത്രി തന്നെ പ്രസിദ്ധീകരിച്ചത്. സർക്കാരിന് സംഭവിച്ച വീഴ്ച ഇതാണ്. 2025 ഫെബ്രുവരിയിൽ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ച ശേഷമാണ് സമീകരണം പുനഃപരിശോധിക്കാൻ നടപടി ആരംഭിച്ചത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നെങ്കിലും വിദഗ്ധ സമിതി രൂപവൽക്കരിച്ച് ഉത്തരവിറങ്ങിയത് ഏപ്രിൽ 2ാം വാരമായിരുന്നു. സമിതി ജൂൺ 2 റിപ്പോർട്ട് നൽകി. അപ്പോഴേക്കും കീം പ്രവേശന പരീക്ഷ പൂർത്തിയാക്കി സ്കോർ പ്രസിദ്ധീകരിച്ചിരുന്നു. സമിതി റിപ്പോർട്ട് പിന്നീട് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ പരിശോധനയ്ക്ക് വിട്ടു. അദ്ദേഹം ശുപാർശ നൽകിയ ശേഷം ജൂൺ 30 മന്ത്രിസഭാ യോഗത്തിൽ തമിഴ്നാട് മാതൃക പിന്തുടർന്ന് പുതിയ മാർക്ക് സമീകരണ രീതി അംഗീകരിക്കുകയും ജൂലൈ 1 കീം ഫലം പ്രഖ്യാപിക്കുകയുമായിരുന്നു. പ്രവേശന പരീക്ഷ പൂർത്തിയാക്കി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാൻ 1.5 മാസമെടുത്തു. ജൂലൈ 1 ഫലം പ്രഖ്യാപിച്ച ശേഷം ചൊവ്വാഴ്ച സംവരണ വിഭാഗങ്ങളുടെ കാറ്റഗറിയും പട്ടികയും പ്രസിദ്ധീകരിച്ച് പ്രവേശന നടപടികളിലേക്ക് കടക്കാനിരിക്കുമ്പോഴാണ് റാങ്ക് പട്ടിക തന്നെ കോടതി റദ്ദാക്കിയത്. വിവിധ സിലബസുകൾ പിന്തുടരുന്ന കുട്ടികളുടെ റാങ്ക് പട്ടികയിൽ വേർതിരിവ് പാടില്ലെന്ന നിലപാടിലായിരുന്നു CBSEക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ കോടതിയിൽ. പരീക്ഷാഫലം റദ്ദാക്കി റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കുമ്പോൾ നിലവിലെ റാങ്ക് പട്ടിക പ്രകാരം 1ാം സ്ഥാനത്തുള്ളവർ മധ്യഭാഗത്തേക്കോ പിന്നിലേക്കോ മാറ്റപ്പെട്ടേക്കാം. ഏറ്റവും പിന്നിൽ റാങ്ക് നേടിയവർ മുന്നിലുള്ള റാങ്കുകളും നേടിയേക്കാം. നേരത്തെ ഓഗസ്റ്റ് 14 ബിടെക് പ്രവേശന നടപടി പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. റാങ്ക് ലിസ്റ്റ് പുതുക്കി വളരെ വേഗത്തിൽ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ അത് കഴിയുമെന്നാണ് വിലയിരുത്തൽ. 2011 ഫോർമുലയാണ് പുതുക്കി പ്രഖ്യാപിച്ച റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ സർക്കാർ ഉപയോഗിച്ചത്. ഇത് പ്രകാരം എൻട്രൻസിന്റെ മാർക്കിനൊപ്പം +2 പരീക്ഷയുടെ മാർക്കും പരിഗണിക്കും. കണക്ക്, കെമിസ്ട്രി, ഫിസിക്സ് എന്നീ വിഷയങ്ങളിൽ ലഭിച്ച മാർക്ക് 1:1:1 എന്ന അനുപാതത്തിലാണ് എടുക്കുക. മാർക്ക് സമീകരണം കഴിയുമ്പോൾ കേന്ദ്ര സിലബസുകാരെക്കാൾ 27 മാർക്ക് വരെ കേരള സിലബസുകാർക്ക് കുറവ് വരുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ഇത് ഒഴിവാക്കാനാണ് തമിഴ്നാട് ഫോർമുല അടിസ്ഥാനമാക്കിയത്. റാങ്ക് പട്ടികയിൽ വലിയ മാറ്റമാണ് പുതുക്കിയ പട്ടികയിൽ പ്രകടമായത്. 1ാം റാങ്ക് കിട്ടിയ കുട്ടി 7ാം സ്ഥാനത്തായപ്പോൾ 5ാം റാങ്ക് കിട്ടിയ കുട്ടി 1ാം സ്ഥാനത്തെത്തി. ആദ്യ 100ൽ നേരത്തെ 43 പേരാണ് കേരള സിലബസിൽ നിന്നും ഉൾപ്പെട്ടത്. ഇത് പുതിയ ലിസ്റ്റിൽ 21 ചുരുങ്ങി. വർഷങ്ങളായുള്ള പരാതിക്ക് പരിഹാരമായി കേരള സിലബസുകാർ മേൽക്കൈ നേടിയതായിരുന്നു ഈ വർഷത്തെ ആദ്യ കീം റാങ്ക് പട്ടിക. കേരള സിലബസുകാരായ 47,175 പേർ ഇത്തവണ ആദ്യ പട്ടികയിൽ വന്നു. ആദ്യ 10 റാങ്കിൽ കഴിഞ്ഞ വർഷം കേരള സിലബസുകാർ ആരും ഉണ്ടായില്ല. ഇത്തവണ 5 പേർ ഇടം പിടിച്ചു. ഇതിനെല്ലാം വലിയ മാറ്റമാണ് പുതിയ റാങ്ക് പട്ടികയിൽ വന്നിരിക്കുന്നത്. കേരള സിലബസിൽപ്പെട്ട കുട്ടികൾ പിന്നോക്കം പോകുന്ന കാഴ്ചയാണ് പുതുക്കിയ പട്ടികയിൽ പ്രകടമായത്. സർക്കാർ പുറത്തുവിട്ട ആദ്യ റാങ്ക് പട്ടികയിൽ 86,549 പേർ പരീക്ഷ എഴുതിയതിൽ 76,230 പേർ യോഗ്യത നേടിയിരുന്നു. ആദ്യ 5000 റാങ്കുകാരിൽ 2,539 പേരുമായി കേന്ദ്ര സിലബസുകാർക്കായിരുന്നു കഴിഞ്ഞ വർഷം ആധിപത്യം. കേരള സിലബസുകാർ 2,034 പേരും. പുതിയ മാർക്ക് സമീകരണത്തോടെ കേരള സിലബസിലെ 2,539 പേർ പട്ടികയിൽ മേൽക്കൈ നേടിയിരുന്നു.